എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2017 വരുന്ന 4x2 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഫോർച്യൂണറാണ്. നല്ല ക്വാളിറ്റിയിൽ നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കീപ്പ് ചെയ്തേക്കുന്ന ഒരു സിംഗിൾ ഓണറായിട്ട് യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. അടിപൊളി വണ്ടി എന്ന് തന്നെ പറയാം, ഒരു പുലിക്കുട്ടി. അപ്പം നമുക്ക് എടുത്ത് പറയേണ്ട കുറേ സവിശേഷതകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഇത് 2017 രജിസ്റ്റർ ചെയ്തേക്കുന്നതും മാനുഫാക്ചർ ചെയ്തേക്കുന്നതും സിംഗിൾ ഓണറാണ് വണ്ടി നിലവിൽ. ഇനി വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്ന് വെച്ചാൽ മെയിനായിട്ട് പറയേണ്ട ബോണറ്റാണ്. ബോണറ്റ് നമുക്ക് ഒറിജിനലാണ് വരുന്നത്. ഇനി സൈഡ് ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഈ സൈഡിലെ ഗ്ലാസ്സുകളിലേക്ക് വരുമ്പം എല്ലാ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇതിന് നമുക്ക് ചെറിയ ഡെൻറ്റ്, അതായത് ഇവിടെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടൊരു ഡെൻറ്റ് ഉണ്ട്. വേറെ നമുക്ക് കാണത്തക്ക സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ട്. അതായത് കളർ ബ്രൗൺ ആണ് വരുന്നത്, അതായത് ബ്ലാക്കിഷ് ബ്രൗൺ. അപ്പം അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ ചെറിയ ചെറിയ മൈന്യൂട്ട്, അതായത് സ്ക്രബിങ് പോളിഷിങ് ചെയ്യുമ്പോൾ അതൊക്കെ റിമൂവ് ആയി കിട്ടും. പിന്നെ ഡോർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഡോർ ഭാഗം ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കാൻ പറ്റും. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഇത് അഡീഷണൽ ഇത് ഇട്ടേക്കുന്നതാണ്. എല്ലാം നമുക്ക് അഴിച്ചു വരാൻ നിങ്ങൾക്ക് കാണിക്കാം. അഡീഷണൽ ഇട്ടേക്കുന്ന എല്ലാം ഒറിജിനൽ ഇതാണ് വരുന്നത്. പേസിങ് കാര്യങ്ങൾ പഞ്ചിങ് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു വണ്ടിയാണ്. നമുക്ക് റബ്ബർ കാര്യങ്ങളൊക്കെ അഴിച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റും. ഓരോ സൈഡും, അതായത് ഓരോ സൈഡും നമുക്ക് അഴിച്ച് കാണിക്കാൻ പറ്റും. അത്ര ക്ലിയർ ആയിട്ട് ഒരു ജെനുവിൻ പാർട്ടി യൂസ് ചെയ്ത വണ്ടിയാണ്. അതായത് സിംഗിൾ ഓണറാണ് വണ്ടി. പിന്നെ എല്ലാത്തിനും നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി പഞ്ചിങ് ആണ് വരുന്നത്. ഓരോ റബ്ബറും അഴിച്ച് കാണിക്കാൻ പറ്റും. എന്നിട്ടോ നല്ല ടൈറ്റിൽ തന്നെയാണ് എല്ലാ റബ്ബറും ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അഴിക്കിലോ പിടിക്കിലോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. ബാക്ക് സൈഡിൽ ഡിക്കി കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഡിക്കി ഗ്ലാസ്, അതേപോലെ ഡിക്കി ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി, അതായത് റിമോട്ടിൽ തന്നെ ഓപ്പൺ ആവുന്നതാണ്. ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പം ഇതിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നല്ല ടൈറ്റ് ആയിട്ടുള്ള റബ്ബർ തന്നെയാണ്. അഴിക്കിലോ പിടിക്കലോ ഒന്നും ചെയ്തിട്ടില്ല. തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ബാക്ക് സൈഡിലേക്ക്. പിന്നെ നമുക്ക് ഈ സ്വിച്ചിൽ തന്നെ നമുക്കിത് ഓഫാക്കുകയും ചെയ്യാം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുള്ള ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഗ്ലാസ്സിലൊന്നും ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാത്തിലും കോഡുണ്ട്. 2017 കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ റബ്ബറും, അതായത് ഓരോ റബ്ബറും നമുക്ക് അഴിച്ചു കാണിക്കും. ഏത് വശത്തെയും നമുക്ക് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. അതിനി മോൾ വശം ആയിക്കോട്ടെ അടിഭാഗം ആയിക്കോട്ടെ, അടിഭാഗമൊക്കെ നല്ല ടൈറ്റിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്തത്. ഇതിൽ ജെനുവിൻ ആയിട്ടുള്ള പാർട്ടിയാണ്. പാർട്ടിയുടെ വീടിന് അടുത്ത് തന്നെയാണ് ഈ ലൊക്കേഷനും വരുന്നത്. പാർട്ടിയുടെ വീട് അതായത് ഇവിടുന്ന് കുറച്ച് ദൂരം മാറിയാണ്. ഇവിടെ ഫ്രീ ആയിട്ട് ഒരു സ്പേസ് കിട്ടിയോണ്ടാണ്. അവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നതുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഒരു ഫ്രീ ആയിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ പാർട്ടിനെ വന്ന് മീറ്റ് ചെയ്തിട്ട് ഡീൽ ഉറപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആ സെയിം കോഡ് തന്നെയാണ്, കമ്പനിയുടെ കോഡ് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല ക്വാളിറ്റി തന്നെ, അതായത് ബമ്പർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ, ലോഗോ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇപ്പം നിലവിലിരിക്കുന്നത്. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു 65-75 റേഞ്ചിൽ വരുന്ന ടയേഴ്സാണ്. 4 ടയറും ഒരേപോലെ കിടക്കുന്നതാണ്. പിന്നെ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. നമുക്കിനി ഇൻറ്റീരിയർ ഭാഗം കൂടെ കാണാം. ഇൻറ്റീരിയറിൽ കുറച്ചും കൂടെ, അതായത് നമ്മൾ എക്സ്റ്റീരിയറിൽ ചെറിയ മൈന്യൂട്ട് കാര്യം പറഞ്ഞു. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മൈന്യൂട്ടും പറയാനില്ല. ഉൾഭാഗത്തേക്ക് നമുക്ക് അത്ര വളരെ നീറ്റായിട്ട് യൂസ് ചെയ്തേക്കുന്നതാണ്. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി തന്നെയാണ്. ഒരു 8 പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോർച്യൂണറാണ് വരുന്നത്. അതിൻ്റെ ബ്രൗൺ കളറിലാണ് നമ്മൾ ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ടോപ്പ് ഭാഗത്തേക്ക് നമുക്ക് ഡസ്റ്റോ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ നീറ്റാണ്. പിന്നെ ഇലക്ട്രോണിക്സ് പരമായിട്ട് എല്ലാം വർക്കിംഗ് ആണ്. അതായത് സൈഡ് മിറർ ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, പവർ വിൻഡോസ് ആയിക്കോട്ടെ, എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ്. പിന്നെ ഡിക്കി കാര്യങ്ങളൊക്കെ റിമോട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ള ഭാഗം എന്ന് വെച്ചാൽ ബോണറ്റാണ്. ബോണറ്റും കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഇവരൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ഒരു സ്ക്രബിങ്ങും പോളിഷിങ്ങും അത് ഏത് വണ്ടി എടുത്താലും നമ്മൾ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു കിടിലൻ ലുക്കിലേക്ക് മാറി വരും. എന്ന് വെച്ചാൽ ഒരു പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ ആകുമ്പോൾ കുറച്ച് സമയം ഇട്ട് കഴിഞ്ഞാൽ പൊടിയാവും. പക്ഷേ നാട്ടിൽ കൊണ്ടുപോയാൽ അത്ര പൊടിശല്യോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കിടിലനായിട്ട് ഒരു ലോ പ്രൈസിന് ബെസ്റ്റ് ക്വാളിറ്റിയിൽ മേടിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വാഹനമാണ്.
മെയിനായിട്ട് നിങ്ങളെ കാണിക്കേണ്ടത് ഇതിൻ്റെ ബോണറ്റാണ്. അപ്പോൾ ബോണറ്റും എൻജിൻ റൂമും. ഇനി ബോണറ്റ് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പേസിങ്ങും ഓരോ സൈഡിൽ നിന്ന് നമുക്ക് പേസിങ് നമുക്ക് നോക്കാൻ പറ്റും. എല്ലാം ഒറിജിനൽ പേസിംഗ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഇത് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൊയോറ്റയുടെ ഇത് വരുന്നുണ്ട്. എല്ലാം അതായത് നമുക്ക് A to Z വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റും. ഏതൊരു സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഒരു ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും അയച്ചിട്ടില്ല. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. പിന്നെ അപ്രോൺ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതായത് ജെന്യുവിൻ ആയിട്ടുള്ള വണ്ടിയാണ്. റീസെൻ്റ്ലി കമ്പനിയിൽ നിന്ന് തന്നെ സർവീസ് ചെയ്താണ്. ഹൈ ക്വാളിറ്റി വണ്ടി. ഇത് 2017 വരുന്ന 4x2 ഓട്ടോമാറ്റിക് ആണ്. രജിസ്റ്റർ ചെയ്തേക്കുന്നത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത് 2017 തന്നെയാണ്. സിംഗിൾ യൂസ്ഡ് ആണ് വണ്ടി വരുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവരെ മീറ്റ് ചെയ്തിട്ട് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. ഇത് 1,60,000 കിലോമീറ്ററാണ് വണ്ടി നിലവിൽ ഓടിയേക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 21,25,000 രൂപ മാത്രമേ ഉള്ളൂ. ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഫോർച്യൂണർ മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള വാഹനം. വണ്ടിക്ക് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുത്തപ്പം തൊട്ട് ലാസ്റ്റ് ഇതുവരെയുള്ള സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതുപോലെ തന്നെ നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ ആഡ് ആയിക്കോ. എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഗ്രൂപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും അതേപോലെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും വണ്ടി, അതായത് ഡൽഹിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി, ഡൽഹി ആയിക്കോട്ടെ, ഹരിയാന ആയിക്കോട്ടെ, പഞ്ചാബ് ആയിക്കോട്ടെ, ഉത്തരാഖണ്ഡ് ആയിക്കോട്ടെ, ഇവിടുന്ന് ഏതെങ്കിലും നിങ്ങൾ വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി, വണ്ടികളുടെ സർവീസ് ഹിസ്റ്ററി ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ ടൊയോട്ടയുടെ സർവീസ് ഹിസ്റ്ററി നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒരു പ്രയോജനമാണ്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതൊരു വണ്ടിക്കും നമ്മൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതായത് ഡൽഹി ടു കേരള, അതേപോലെ ഡൽഹി ടു ഹൈദരാബാദ്, ഡൽഹി ടു ബാംഗ്ലൂർ, ഡൽഹി ടു കർണാടക, ഡൽഹി ടു തമിഴ്നാട്, എവിടെ വേണമെങ്കിലും നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി കൊടുക്കുന്നതാണ്. അപ്പം എടുത്തു പറഞ്ഞാൽ സൗത്ത് സൈഡിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടാണ് കൂടുതൽ വണ്ടികൾ പോകുന്നത്. അതേപോലെ ഏത് സംസ്ഥാനത്തേക്കും വണ്ടികൾ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ ട്രാൻസ്പോർട്ടിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മളെ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഏതൊരു വാഹനവും നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സർവീസ് ചാർജോട് തന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി ഇൻസ്പെക്റ്റ് ചെയ്ത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള PDF കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊരു വെബ്സൈറ്റ് തരുന്ന പോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത മെഷീൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെക്ക് ചെയ്തിട്ടാണ് തരുന്നത്. പിന്നെ നമ്മൾ തരുന്ന വണ്ടിക്ക് നമ്മൾ തന്നെയാണ് ഗ്യാരണ്ടി. എന്ന് വെച്ചാൽ കൊടുക്കുന്ന വണ്ടിക്ക് നല്ലൊരു ഗ്യാരണ്ടി, അതായത് റീപ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ എന്ത് റീപ്ലേസ്മെൻ്റ് ആണ്, എന്ത് കംപ്ലയിൻ്റ് ആണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അത് ഏതൊരു വണ്ടിയാണെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ മാക്സിമം റീപ്ലേസ്മെൻ്റ് ഉള്ള വണ്ടി ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ഒരു 100% കാര്യം. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.